അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുഹൃത്തുക്കളെ, നമ്മുടെ പാഠം ബയാനു മറാത്തിബ് ശുബഹാത്തിലായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. ശുബഹത്ത് വരാവുന്ന 5 മേഖലകൾ പറഞ്ഞു. ഒന്നാണ് നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇനി രണ്ടാമത്തത് അൽ മിസാലു സാനി ലി ശുബഹ 101 പേജിൽ. മറ്റൊരു നിലക്ക് നമുക്ക് സമ്പത്തിൽ ശുബഹത്തുണ്ടാകുന്നത് ഷക്കുൻ, സംശയം. ഏത് സംശയം? മൻഷഉഹു അൽ ഇഖ്തിലാത്തു, ഇഖ്തിലാത്താണ് കാരണം. ഇഖ്തിലാത്താണ് കൂടിക്കലരുക. ഏതെങ്കിലും ഒരു സമ്പത്തിനെക്കുറിച്ച് ഇത് ഹലാലാണോ ഹറാമാണോ, ഇത് ഹലാലാവാനുള്ള കാരണം ഹറാമാവാനുള്ള കാരണമൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞിരുന്നത്. ഇനി അങ്ങനെയല്ല. സമ്പത്ത് കുറച്ചുണ്ടായി, കുറേ ഹറാം ഹലാലൊക്കെ കൂടിക്കലർന്നതാണ്. ഓരോന്നും ഇത് ഹലാലാണോ ഇത് ഹറാമാണോ എന്ന് നമുക്ക് വേർതിരിച്ചറിയാൻ കഴിയില്ല. ഇപ്പോൾ പലയാതി സമ്പത്തുള്ള ഒരാൾ, ഓൻ്റെ അകത്ത് ഹറാമായ കുറേ ബിസിനസ്സും ഉണ്ട്, ഹലാലായ കുറേ ബിസിനസ്സും ഉണ്ട്. ഓൻ്റെ സമ്പത്തിനെക്കുറിച്ച് നമ്മളെന്താ പറയുക? ഒരു സമ്പത്ത് അവരെടുത്താൽ, ഒരു 100 റുപ്യ പോക്കറ്റിൽ നിന്ന് എടുത്താൽ ഈ 100 റുപ്യ ഇതെന്ന് പറയാൻ കഴിയില്ലല്ലോ. ഇഖ്തിലാത്തിൻ്റെ സംഗതി ഉണ്ടാവും. ഇഖ്തിലാത്ത് സമ്പത്തുകളിൽ മാത്രമല്ല, ഏത് കാര്യത്തിലും ഉണ്ടാവും. ഒരാളിപ്പം സ്വന്തം വീട്ടിൽ ഇപ്പം കുറച്ച് സാധനങ്ങളുണ്ട്. ഇപ്പോൾ അരി ഉണ്ട് നിൽക്കുക, വേറൊരുത്തിൻ്റെ അരി കട്ടുകൊണ്ടുവന്ന് ഈ കൂട്ടത്തിലൂടെ കലർത്തി അതിലുള്ള അരിമണികൾ ഇനി എങ്ങനെ നമ്മൾ വേർതിരിക്കുക? ഹറാമായത് ഹലാലായതുകൊണ്ട് ഇഖ്തിലാത്താണ് ഇപ്പം വന്ന വിഷയം. ഇത്തരം സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യണമെന്നാണ് വദാലിക്കാത് ബിഅൻ യഖ്തലിത്തൽ ഹറാമു ബിൽ ഹലാൽ, ഹറാമ് ഹലാലുമായിട്ട് കൂടിക്കലരുക. ഫയസ്തബിഹിൽ അംറു, അങ്ങനെ കാര്യം തിരിച്ചറിയാതെയാവുക. വലാ യതമയ്യസു, അങ്ങനെ വേർപിരിയാത്ത അവസ്ഥയിലാകുക. വൽ ഖൽത്തു, കൂട്ടിക്കലർത്തുക എന്നത് ലാ യഖ്ലു, ഒഴിവല്ല. ഇമ്മ അൻ യഖഅ ബിഅദദിൻ ലാ യുഹ്സർ, ഒന്നുകിൽ ക്ലിപ്തമാവാത്ത അത്രയും എണ്ണം കൊണ്ടുണ്ടാവും. മിനൽ ജാനിബേനി, 2 ഭാഗത്തുനിന്നും. അതായത് ഹറാമും കുറേ ഉണ്ട്, ഹലാലും കുറേ ഉണ്ട്. എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്രയും കൂടുതൽ ഹറാമും അത്രയും കൂടുതൽ ഹലാലുണ്ടാകാം. ഔമിൻ ഹദീമ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് ഹറാമ് കണ്ടമാനുണ്ട്, എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത, എന്നാൽ കുറച്ച് ഹലാലും ഉണ്ട്. അല്ലെങ്കിൽ ഹലാൽ എമ്പോഴും ഉണ്ട്, എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല, കുറച്ച് ഹറാമ് കൂടിയാണ്. അതല്ലെങ്കിൽ ഔബി അദദി മഹ്സൂരിൻ, 2 ഭാഗത്തും കുറച്ചേ ഉള്ളൂ, രണ്ടും എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയും, പക്ഷേ ഏതാ തിരിയില്ലാന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വിവിധ കോലത്തിൽ ഈ കൂടിക്കലരുക എന്നുള്ള സംഗതി വരാം. അഥവാ രണ്ടും ഹറാമും ഹലാലും തുല്യമായിട്ട് കണ്ടമാനുണ്ട്, നമുക്കത് എണ്ണി കണക്കാക്കാൻ കഴിയില്ല, അത്രയും കൂടുതലുണ്ട്. അതല്ലെങ്കിൽ എണ്ണി കണക്കാക്കാൻ പറ്റുന്ന ഒരു അളവിൽ ഹറാമാകാം, ഹലാലും ആകാം, മറ്റേ ഭാഗം എണ്ണി കണക്കാക്കാൻ പറ്റാത്ത അത്രയും. ഇങ്ങനെയൊക്കെ ഏത് കോലത്തിലും വരാം. ഇവിടെ വൈനഖ്തലത്തൽ മഹ്സൂറു, മഹ്സൂറാണ് കൂടിക്കലർന്നത് എങ്കിൽ, ഇവിടെ നിങ്ങൾ മഹ്സൂർ ഗൈർ മഹ്സൂർ എന്ന് ഞാനിങ്ങനെ ഉപയോഗിക്കുള്ളൂ കേട്ടോ, സൗകര്യത്തിന്. അപ്പോൾ മനസ്സിലാക്കിയാൽ മതി. മഹ്സൂർ എന്ന് പറഞ്ഞാൽ ക്ലിപ്തപ്പെടുത്തപ്പെട്ടത്, ഗൈർ മഹ്സൂറാണ് ക്ലിപ്തപ്പെടുത്തപ്പെടാത്തത്. അപ്പം മഹ്സൂർ ആകുമ്പം നമുക്ക് പെട്ടെന്നൊരു കണക്ക് കിട്ടുന്നതാണ്, കുറച്ചേ ഉണ്ടാവുള്ളൂ, അപ്പോൾ അത് എണ്ണി കണക്കാക്കാനൊക്കെ കഴിയും. ഗൈർ മഹ്സൂർ ആകുമ്പോഴോ ഒരിക്കലും കണക്കാക്കാൻ കഴിയില്ല, അത്രയും കൂടുതലുണ്ടാവും. അതാണ് ഈ മഹ്സൂർ ഗൈർ മഹ്സൂർ എന്ന് പറയുന്നത്. നമ്മളിപ്പം ഒരു നാട്ടിലത്തെ മനുഷ്യന്മാർ ഒന്നായിട്ട് ഒന്ന് കൂട്ടുക, എത്ര മനുഷ്യന്മാരുണ്ടാവും? ആക്കുപാടങ്ങനെ നമുക്ക് എണ്ണി കണക്കാക്കാൻ പ്രയാസമല്ലേ. നേരെ വെച്ചൊരു 10 ആൾ എന്ന് പറയാം, 10 ആൾ നമുക്ക് കണക്കാക്കാൻ പറ്റും. ഇതാണ് ഈ ഗൈർ മഹ്സൂറും മഹ്സൂറും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇനി ഞാൻ പാഠത്തിൽ ബാക്കി ഭാഗത്തൊക്കെ മഹ്സൂർ ഗൈർ മഹ്സൂർ എന്നാണ് ഉപയോഗിക്കുക. അപ്പോൾ ആ ടേം മനസ്സിലാക്കുക. മഹ്സൂർ കൂടിക്കലർന്നാൽ ഫലാ യഖ്ലു ഇമ്മ അൻ യകൂന ഇഖ്തിലാത്തു ഇംതിസാജിൻ, ഈ കൂടിക്കലരൽ ഒന്നുകിൽ ഇംതിസാജിൻ്റെ കൂടിക്കലരൽ, അതായത് പറ്റാട് കലർന്നു പോകുക, വേർതിരിക്കാൻ കഴിയാത്ത കോലത്തിൽ. ഉദാനക്കൽ മായാത്തി, ദ്രാവക രൂപത്തിലുള്ള വസ്തുക്കളെ പോലെ. വെള്ളം വെള്ളത്തേക്ക് പാർന്നാൽ, ചായക്ക് പാർന്നാൽ, എണ്ണയിലേക്ക് പാർന്നാൽ, ഇപ്പോൾ നമ്മൾ പാർന്ന എണ്ണയും അതിൽ മുമ്പുള്ള എണ്ണയും വേർതിരിച്ചെടുക്കാൻ കഴിയൂലല്ലോ. കൂടിക്കലർന്നു. ഇപ്പോൾ ഈ ഒന്ന് ഹറാമും ഒന്ന് ഹലാലും ആണെങ്കിൽ ഇപ്പോൾ എന്താ സംഭവിക്കുക? ഒന്നായിട്ട് കൂടിക്കലർന്നു. ഒന്നുകിൽ ഇങ്ങനെ വരാം. ആ ഇഖ്തിലാത്ത് ഇസ്തിബ്ഹാമിൻ, അല്ലെങ്കിൽ തിരിച്ചറിയാൻ കഴിയാത്ത നിലക്കുള്ള ഇഖ്തിലാത്താവാം. സംഗതി വേറിട്ട് നിൽക്കും. ഉദാഹരണം കൽ അഅ്ബുദി വഗൈരിഹ, അടിമകൾ മറ്റ് സാധനങ്ങളൊക്കെ. അടിമകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരാണ്. ഒരു ഹറാമായ അടിമ ഉണ്ട്, ഓൻ കൊട്ടെടുത്തുകൊണ്ട് വന്നതാണ്, അടിമകളെ കൂട്ടത്തിൽ കടുവിട്ട് ഇപ്പോൾ ഏതാ തിരിയണില്ല. അപ്പോൾ അവിടെ സംഗതി മനുഷ്യന്മാർ എന്നുള്ളതൊക്കെ വേറിട്ട് നിൽക്കും, പക്ഷേ ഏതാ തിരിയില്ല. നമ്മളിപ്പോൾ അരിൻ്റെ കൂട്ടത്തേക്ക് കൂട്ടി, അരി നമ്മൾ കൂടിക്കലറാണ്, ഒക്കെ വേറിട്ട് നിൽക്കുമല്ലോ, വെവ്വേറെ അരിയല്ലേ, പക്ഷേ തിരിയില്ല ഏതാന്നുള്ളത്. വെള്ളത്തിൻ്റെ മാതിരിയല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ 2 കോലത്തിൽ ഇത് വരാം. ഇത് വദാലിക യതബയ്യനു ബി അഖ്സാമിൻ സലാസ, ഇത് 3 കിസ്മിലായിട്ട് വരും. നേരത്തെ നമ്മൾ 4 കിസ്മ പറഞ്ഞിരുന്നല്ലോ. 1 അൻ തസ്തബ്ഹിമൽ ഐനു ബി അദദിൻ, ഒരു വസ്തു, ഒറ്റ ഐന്, ഒരു തടി, അത് കുറച്ച് എണ്ണം കൊണ്ട് തിരിച്ചറിയാതാവുക.
ഇപ്പോൾ ഒരൊറ്റ സാധനമാണ് നമുക്ക് ഹറാമുള്ളതെന്ന് വെക്കുക, അത് വേറെ കുറച്ച് എണ്ണം ഹലാലിൻ്റെ കൂടെ കൂടിയതുകൊണ്ട് തിരിയാതായി ഏതാന്നുള്ളത്. ഉദാഹരണം, കമാലി ഇഖ്തലത്തത്തും മൈത്തത്തുൻ ബി അശരി മുതക്കയാത്തിൻ, ഒരു ശവം കൂടിക്കലർന്നു അറക്കപ്പെട്ട 10 എണ്ണത്തിനോട്. ഇപ്പം ഒരു കോഴി ചത്തുണ്ട്, 10 കോഴി അറുത്തതുകൊണ്ട് ഇതാ കൂട്ടത്തൊക്കെ ഇട്ട് ഏതാ ചത്ത് മനസ്സിലാക്കണം കേട്ടോ. ഇങ്ങനെ വന്നാൽ എന്ത് പറ്റും? ഔ റളിയത്തിൻ, അല്ലെങ്കിൽ മുല കൊടുത്ത ഒരു പെണ്ണ് ബി അശരി നിസ്ബത്തിൻ 10 പെണ്ണുങ്ങളായിട്ട് കൂടിക്കലർന്നു. ഇവൻ മുല കൊടുത്ത ഒരു കുട്ടിയുണ്ട്, അപ്പോൾ ആ കുട്ടി ഓൻ്റെ ഭാര്യ മുല കൊടുക്കുമ്പോൾ ഓൻ്റെ മകളാണ്, അല്ലെങ്കിൽ ഒരാളുടെ മകളാണല്ലോ. ഈ പെണ്ണ് എന്ത് ചെയ്തു? വേറെ കുറച്ച് പെണ്ണുങ്ങളെ കൂടി ഏതാ തിരിയാതായി. അപ്പം അതിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ ഇനി വിവാഹം ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മുടെ വിഷയം. കാരണം ഒന്നെന്തുണ്ട്? വിവാഹം ഹറാമായതുണ്ട്. ഇങ്ങനെ വന്ന ഫഹാദ യൂജിബുൽ ഇജ്തിനാബ ബിൽ ഇജ്മാ, അത് ഇജ്മാ ആണ്, ഇജ്തിനാബിനെ നിർബന്ധമാക്കുന്നു. അതുവേണ്ടി അതിൽ നിന്ന് മാറി നിൽക്കണം, ഒന്നും ഉപയോഗിക്കാൻ പറ്റൂല. കാരണം ഇവിടെ ഇജ്തിഹാദ് ചെയ്യാൻ കഴിയില്ല. ഇപ്പം ഒരു ചത്ത കോയും ഒരു 10 അറുത്ത കോയും അതിൻ്റെ കൂട്ടത്തിൽ കൊന്നാ ഇട്ട് തിരിയണില്ലാത്ത കേട്ടുക. കാരണം രണ്ടും കുറച്ചേ ഉള്ളൂ, കുറേ അല്ല. 10 എന്ന് പറഞ്ഞാൽ എണ്ണ മഹ്സൂറാണ്. നേരെ വെച്ചത് ഗൈർ മഹ്സൂറാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് മഹ്സൂറാണ്, എണ്ണാൻ പ്രയാസമില്ലാത്തതാണ്. അതിൻ്റെ കൂട്ടത്തേക്ക് ഇങ്ങനെ ഒന്നാട് കയറിയാൽ, ഇപ്പോൾ കുറച്ച് പെണ്ണുങ്ങളുണ്ട്, നമുക്ക് ഒരു വിവാഹബന്ധം ഹറാമായ ഒരു കുട്ടിയാണ്, ചെറുപ്പത്തിലത് കാണാതായത് ഉദാഹരണം. പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് കാണുന്നത്, കുറേ കഴിഞ്ഞിട്ട് അറിഞ്ഞു ഇന്ന നാട്ടിലുണ്ട്. പക്ഷേ ആ നാട്ടിൽ ആരാന്നറിയില്ല. ഇവിടെ ഒരു 5 പെണ്ണുങ്ങൾ പാർക്കുണ്ട്, ആ കൂട്ടത്തിൽപ്പെട്ട ഏതോ ഒരു പെണ്ണാണ് മുമ്പ് മുല കൊടുത്തിനെ പെണ്ണെന്ന് ഏതാ തിരിഞ്ഞില്ല. അതിനൊന്നും വിവാഹം ചെയ്യാൻ പറ്റില്ല. ആ 5 പെണ്ണുങ്ങൾ വിവാഹം ചെയ്യാൻ പാടില്ല എന്നർത്ഥം. ഇനി രണ്ടാമത്തെ ഒരു ഖിസ്മ, അൽ ഖിസ്മു സാനി ഹറാമുൻ മഹ്സൂറുൻ. അവിടെ മസൂർ എന്നാണ് കിതാബിലുള്ളത്, അത് മഹ്സൂർ എന്നാക്കണം. അൽ ഖിസ്മു സാനി എന്നുള്ളിടത്ത് ഹറാമുൻ മഹ്സൂറുൻ ബി ഹലാലിൻ ഗൈരി മഹ്സൂരിൻ, മഹ്സൂറായ ഹറാമ് ഗൈർ മഹ്സൂറായ ഹലാൽ. അപ്പോൾ ക്ലിപ്തപ്പെടുത്താൻ പറ്റുന്ന കുറച്ച് ഹറാമുണ്ട്, പക്ഷേ അത് കൂടിക്കലർന്നത് എന്തുമായിട്ടാണ്? അനന്തമായി നീണ്ടു കിടക്കുന്ന ഹലാലിനോടാണ്. ഗൈർ മഹ്സൂറായ ഹലാലിനോട് കൂടിക്കലർന്നു. ഉദാഹരണം, കമാലി ഇഖ്തലത്തത്തെ അഷ്റത്തു റളായി, 10 മുല കുടിച്ച പെണ്ണുങ്ങൾ കൂടിക്കലർന്നു ബിനിസ്ബത്തി ബലദിൻ കബീരിൻ, വലിയ ഒരു നാട്ടിലത്തെ പെണ്ണുങ്ങളുമായിട്ട്. ഒരു വലിയൊരു നാട്, അടർത്തര പെണ്ണുങ്ങളുണ്ടാവും, ആർക്കാതെ കണക്കാക്കാൻ കഴിയുക. ആ പെണ്ണുങ്ങളെ കൂട്ടത്തിൽ ഇവൻ്റെ കുറച്ച് മുല കുടിച്ച കുറച്ച് പെൺകുട്ടികൾ ആ കൂട്ടത്തിൽ കടുകൂടി അവസാനം ഏതാ തിരിയണില്ല. അപ്പം ഞാൻ നാട്ടിൽ നിന്ന് തന്നെ വിവാഹം ചെയ്യാൻ പറ്റുമോ? ഫലാ യഹ്റുമു നിക്കാഹു അഹ്ലിൽ ബലദി, ആ നാട്ടുകാരെ വിവാഹം ചെയ്യൽ ഹറാമില്ല, തിരിയില്ല. കാരണം അങ്ങനെ ആയാവനൊന്നും നടക്കൂല. അപ്പോൾ ഇത്ര അധികം ഹലാലിനോടാണ് എന്ത് ചെയ്തത്? ഈ കുറച്ച് ഹറാം കൂടിക്കലർന്നത്. സംഗതിയിൽ ഏതെങ്കിലുമൊക്കെ 8-10 ഹറാമുണ്ട്, ശരിയാ തിരിച്ചറിയില്ല, ഈ ആര് വിവാഹം ചെയ്യാം, കുഴപ്പമില്ല. നമുക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഒരു ചത്ത കോഴി കൂട്ടത്തൊക്കെ ഇട്ട് കുറേ കോഴിയുണ്ട്, 1000കണക്കിന് കോഴി അറുത്തിട്ടേക്കാം, ഗൈർ മഹ്സൂറാണ്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ് ഭക്ഷിക്കൽ ഹറാമില്ല എന്ന് നമ്മൾ പറയും. കാരണം അങ്ങനെ കൂടിക്കലർന്നു. അതുകൊണ്ട് നേരത്തെ നമ്മളൊരു 10 കോഴിൻ്റെ കൂട്ടത്തുകായപ്പോൾ പറ്റൂല എന്നാ പറഞ്ഞതിന് അത് പറ്റൂല. ഇത് ഗൈർ മഹ്സൂറായതുകൊണ്ട് പറ്റും. വലുല്ലത്തു, ഇവിടുത്തെ കാരണം എന്താ വെച്ചാൽ അൽ ഗലബത്തു വൽ ഹാജത്തു ജമിയാൻ. ഒന്ന് ഗലബത്താണ്, എന്താണ്? ഹലാലിനാണ് പിന്നെ ഹലാലാണ് കൂടുതലുള്ളത്. ഹറാമിനെ അതിജയിക്കാൻ മാത്രം ഹലാലുണ്ട് എന്നുള്ളതാണ് ഒരു കാരണം. മറ്റൊന്ന് ഹാജത്ത്, ആവശ്യം. അല്ലെങ്കിൽ ഇപ്പോൾ എന്താ കാട്ടുക? ഇവൻ്റെ ഏതോ ഒരു മെഹറമായ ആൾ കാളെ കാണാതായി, അതോടുകൂടി ദുന്യാവിൽ ഒരു പെണ്ണിനും കെട്ടാൻ പാടില്ല, അറിയേണ്ടി വരില്ലേ? അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ പ്രയാസമായിട്ട് മാറും. ഇപ്പോൾ ഒരാളെ കയ്യിൽ പിന്നെ കുറച്ചെന്തോ ഹറാമുണ്ട്, എമ്പോട് ഹലാലുണ്ട്. ഈ ഹലാലിൻ്റെ കൂട്ടത്തിൽ കടുക്കൂടി എന്താ ഞാൻ കാട്ടുക? വേർക്കാൻ്റെ കഴിയണമില്ല. അങ്ങനെ ഗൈർ മഹ്സൂറായ ഹലാലാണെങ്കിൽ, കാരണം അത് ഒഴിവാക്കാൻ നിന്നാൽ വല്ലതും ദുന്യാവ് നടക്കുമോ? അപ്പോൾ അയാൾ ഒന്നും അവന് ഭക്ഷിക്കാനോ ഉപയോഗിക്കാനോ ഒന്നും കഴിയാത്ത അവസ്ഥ വരൂലേ? അപ്പോൾ അത് ഹാജത്തുണ്ട് എന്നുള്ളതാണ്. കാരണം ഇത് കുല്ലുമൻ ലാലഹു മഹറമൻ, ഒരു ഹറാമാക്കപ്പെട്ട സാധനം ഒരാൾക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ലാ യുംകിനു അൻ യസുദ്ദ അലൈഹി ബാബൻ നിക്കാഹിൻ്റെ കവാടം തന്നെ അവനെ തൊട്ട് അടക്കപ്പെടാൻ കഴിയില്ലല്ലോ. അതെങ്ങനെ പറയാം? ഒരാളെ ഒരു പെങ്ങളെ കാണാതായി നിൽക്കുക, ഉദാഹരണം. ഇനി കണ്ടാൽ തിരിച്ചറിയാത്ത കോലത്തുള്ള ഒരു പെങ്ങളെ കാണാതായി. അങ്ങനായ പിന്നെ ദുന്യാവിലെ ഒറ്റ പെണ്ണുങ്ങൾ അവനാരും വിവാഹം ചെയ്യാൻ പാടില്ല എന്ന് വരില്ല. കാരണം ഏത് വിവാഹം ചെയ്താലും ഇതിപ്പോൾ ഇതാണെങ്കിലോ സംശയിക്കാമല്ലോ. അപ്പം മനുഷ്യൻ്റെ ജീവസന്ധാരണങ്ങളും മനുഷ്യൻ്റെ ജീവിത ഉപാധികളും ഒക്കെ വഴിമുട്ടും. അതുകൊണ്ടാണ് പറഞ്ഞത് അത് അനുവദനീയമാണ് ഗൈർ മഹ്സൂറുമായി കൂടി കലരുമ്പോൾ. കാരണം ഇത് ഉമൻ അലിമ, ഒരാൾ അറിഞ്ഞാൽ അന്ന മാല ദുന്യ ഖാലത്തഹു ഹറാമൻ, ദുന്യാവിലെ മുതലിനോട് എന്തോ ഹറാമ് കൂടിയിട്ടുണ്ട് എന്നൊരാൾ അറിഞ്ഞാൽ, ഏതായാലും ഇല്ലേ ഭൂമി ലോകത്തുള്ള മുഴുവൻ സാധനവും ഹലാലാണോ? എന്തൊക്കെ ഹറാമുകൾ കലർന്നിട്ടുണ്ടാവും?
ഇപ്പം നമ്മളെ കയ്യിൽ നമ്മൾ ഹലാലാണെന്ന് വിചാരിച്ച് നമുക്ക് കിട്ടുന്ന സാധനത്തിൽ നിന്ന് ഒരു പക്ഷേ ഹറാമായിക്കൂടെ, സാധ്യത വെച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ. അപ്പോൾ ദുന്യാവിലെ മൊത്തം മുതലിനോട് ഹറാമ് കലർന്നു പറഞ്ഞാൽ ലാ യഹ്റുമു അലൈഹിൽ അക്ലു വൽ ബൈഉ, ഒരു ഭക്ഷിക്കൽ ഹറാമില്ല, വിൽപ്പന ഒന്നും ഹറാമില്ല. കാരണം എന്തുകൊണ്ട്? ഗൈർ മഹ്സൂറായ ഹലാലിനോടാണ് ഇത് കൂടിക്കലർന്നിട്ടുള്ളത്. അതുകൊണ്ടത് വിരോധമില്ല. കാരണം ഇത് മാ ജഅല അല്ലാഹു അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, അള്ളാഹു ഈ ദീനിൽ ഒരു പ്രയാസവും ഉണ്ടാക്കിയിട്ടില്ല. കാരണം ഇത് വലിയ പ്രയാസമാവും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ. കാരണം അന്നഹു ലമ്മാ സുരിഖ ഫി സമാനി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് കളവ് നടത്തപ്പെട്ടപ്പോൾ മിജന്നൻ, ഒരു പരിച, നമ്മൾ വാളും പരിചയുണ്ടല്ലോ, ഒരു പരിച ഇടുന്ന കൊട്ടുകൊണ്ടുപോയി. വഅബാഅത്തുൻ, ഒരു പുതപ്പും ഒരു പരിചയും നബിങ്ങളുടെ കാലത്ത് ഇടുന്ന ഒരാൾ കളവ് നടത്തി. പക്ഷേ അതുകൊണ്ട് ലം യംതനി അഹദുൻ മിൻ ശിറാഇൽ മിജന്നി വൽ അബാഅത്തി, പരിച വാങ്ങലും പുതപ്പ് വാങ്ങലും അതിൻ്റെ പേരിൽ ആരും നിർത്തിയിട്ടില്ല ദുന്യാവിൽ. അപ്പം നബിങ്ങളുടെ കാലത്ത് ഒരു പുതപ്പ് കളവായ സംഭവം ഹദീസിലുണ്ട്, ഒരു പരിച കളവായ സംഭവം ഹദീസിലുണ്ട്. അതുകൊണ്ട് സ്വഹാബത്ത് എല്ലാവരും നബിതങ്ങളാരും പിന്നെ ആരും പുതപ്പ് വാങ്ങാറില്ല. കാരണം അഥവാ കട്ടുണ്ടായ പുതപ്പാണെങ്കിലോ, ആരും പരിച വാങ്ങാറില്ല അഥവാ കട്ടുണ്ടായ പരിചയമാണെങ്കിലോ എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം ഈ ഹറാമി ഒറ്റൊന്നാണ്, അതിന്മേൽ എത്ര ഉണ്ട് പിന്നെ പരിചയം പുതപ്പും. ഇതാണ് ദീനിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞത്. ഫഫ്ഹം തഗനം, അതുകൊണ്ട് ഈ കാര്യം നീ ശരിക്കും മനസ്സിലാക്കിക്കോ, അപ്പോൾ നിനക്ക് സമ്പാദിക്കാം. ഫഫ്ഹം തഗനം. അല്ലാഹു അലം. ഇനി മൂന്നാമത്തെ ഖിസ്മ്, അൻ യഖ്തലിത ഹറാമുൻ ലാ യുഹ്സറു ബി ഹലാലിൻ ലാ യുഹ്സറു, രണ്ടും ഗൈറു മഹ്സൂറ. കണ്ടമാനം ഹറാമ് കണ്ടമാനം ഹലാലുമായി കൂടിക്കറന്നു, രണ്ടും കുറേ ഉണ്ട്. നമുക്ക് ഒരിക്കലും ക്ലിപ്താക്കാൻ കഴിയില്ല. പക്ഷേ ശരിക്കും ഇപ്പോൾ നമ്മൾ ദുന്യാവിലുള്ള മുതൽ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയുള്ള വരിക, ഇത്ര ഹറാമുണ്ട് ഇത്ര ഹലാലുണ്ട് അങ്ങനെ. കല്ലംബാലി ഫി സമാനിന്ന ഹാദ, നമ്മുടെ ഈ കാലത്ത് മുതൽ പോലെ, ഈ കാലത്താണ് മൂപ്പര കാലത്തുള്ള മുതൽ പോലെ എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ഇന്നത്തെ പറയണോ? ഇങ്ങനെ വരുമ്പം വല്ലദീ അഖ്താറുഹു, ഞാൻ മുഖ്താറാക്കുന്നത് ഇമാം ഔസാലി തങ്ങൾ പറയാണ്, അന്നഹു ലാ യഹ്റുമു, ഹറാമില്ല, തനാവുലു ഷൈഇൻ ബിഐനിഹി, ഏതെങ്കിലും ഒരു സാധനം ഒരു വസ്തുവിനെ ബിഐനിഹി ഉപയോഗിക്കുക. ഹറാം ഉപയോഗിക്കാൻ പാടാണല്ലോ, ശരിയാണ്. ഒരു സാധനം നമ്മളെടുത്താൽ ഇത് ഉപയോഗിക്കാൻ പറ്റുമല്ലേ? പറ്റും, അത്രേ പറയാൻ പറ്റുള്ളൂ. ഇല്ലാൻ തഖ്തരിന ബി തിൽക്കൽ ഐനി അലാമത്തുൻ മുഅയ്യനത്തുൻ, ആ വസ്തുവിനോട് നമ്മൾ ഉപയോഗിക്കാനെടുത്ത ആ വസ്തുവിൽ ഒരു വ്യക്തമായ അടയാളം നമ്മൾ കണ്ടു, അത് ഹറാമാന്നുള്ളത് എനിക്ക് അപ്പോൾ പറ്റൂല. അപ്പം ഒരു വസ്തു എടുത്തു കഴിഞ്ഞാൽ ഇത് ഹറാമാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ മാത്രം അത് ഹറാമാണ്, ഇല്ലെങ്കിൽ ഹലാലാണ്. ഇല്ല അൻ തറക്കഹുൽ വറഉൻ, വറയിന് വേണ്ടി അവൻ ഒഴിവാക്കിയാലോ കേട്ടോ, ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. സൂക്ഷ്മത എന്നുള്ള നിലക്ക് ഓക്കെ, ഇതിപ്പം അങ്ങനെ ഒരു സംശയമുള്ള അതുകൊണ്ട് എനിക്ക് വേണ്ടാന്ന് വെക്കുക, അങ്ങനെയുള്ള പണ്ഡിതന്മാരുണ്ട്. നമുക്ക് അങ്ങനത്തെ ചരിത്രങ്ങളും നമ്മൾ കേൾക്കും. പിന്നെ അബൂ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ചൊക്കെ അങ്ങനെ പറഞ്ഞത്, അബൂ ഹനീഫ ഇമാമിനെ കുറിച്ചൊക്കെ അങ്ങനെ പറഞ്ഞത് കേൾക്കാം. ഒരു ആടിനെ കട്ടുപോയതിന്, ഒരു നാട്ടിൽ നിന്ന് കളവുപോയി. അപ്പം അബൂ ഹനീഫ ഇമാം അന്വേഷിച്ചു ആ ആട് ഏകദേശം എത്ര കൊല്ലം ജീവിക്കും. അപ്പോൾ 7 കൊല്ലം ജീവിക്കുമെന്ന് കേട്ടു. അപ്പോൾ 7 കൊല്ലത്തിന് ഞാൻ ആട് തിന്നണ്ട തീരുമാനിച്ചു. കാരണം അഥവാ തിന്നണ ആട് അതൊക്കെ ആണെങ്കിലോ അത് സൂക്ഷ്മതയുടെ ഭാഗമാണ്, അത് ഫിഖ്ഹല്ല. നമ്മൾ മനസ്സിലാക്കുക. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് നമുക്ക് നിയമം പറയാൻ പറ്റൂല. ഒരു വ്യക്തിക്ക് അങ്ങനെ മാറിക്കാം, അത് വറാണ്, സൂക്ഷ്മതയാണ്. സൂക്ഷ്മത വലിയ കാര്യമാണ്, വേറെ കാര്യം. അപ്പോൾ നമ്മൾ പച്ചക്ക് നമ്മുടെ ഹുക്കുമ് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് പറയാൻ കഴിയുക. ആ കൂടി കടന്നു കഴിഞ്ഞാൽ ഒരു വസ്തു ഇത് ഹറാമാണോ ഹലാലാണോ, ഒരു വസ്തു നമ്മളെടുത്താൽ ഇത് ഹറാമാണ് എന്നതിന് നമുക്ക് ബോധ്യപ്പെട്ട തെളിവില്ലെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. അതാണ് അതിൻ്റെ കണക്ക്. വമിൻ ജുംലത്തിൽ അലാമത്തി, ഈ അലാമത്ത് പെട്ടതാണ് യദു സുൽത്താൻ ലാലിം, ഒരു ലാലിമായ അക്രമിയായ ഭരണാധികാരിയുടെ ഉടമസ്ഥത. ഇലാ ഗൈരി ദാലിക് മിനൽ മുആമലാത്തില്ലത്തി സതയത്തി, പിന്നീട് ഇതിന് ശേഷം വരാൻ പോകുന്ന കുറേ ഇടപാടുകളുണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ. ഇപ്പം അതൊരു അലാമത്താണ്. ഇപ്പോൾ ലാലിമായ സുൽത്താൻ്റെ കയ്യിൽ, അക്രമിയായ ഭരണാധികാരിൻ്റെ കയ്യിലുള്ള മുതലാണ് നമുക്ക് കിട്ടിയതൊക്കെ ഹറാമാൻ സാധ്യത കൂടുതലാണ്. അതൊരു അലാമത്താണ്. ആ അലാമത്ത് കണ്ടിട്ട് അത് ഒഴിവാക്കാം. ഇപ്പോൾ ഗവൺമെൻറ്റുകൾ മൊത്തം ദുൽമാണെങ്കിൽ എന്താ കാട്ടുക, ഗവൺമെൻറ്റിലേക്ക് വരുന്ന പണം ഫുള്ള് ദുൽമിൻ്റെ പൈസയാണ്, അക്രമത്തിൻ്റെ പൈസയാണെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് നോക്കേണ്ടി വരും. പിന്നെ അപ്പം മൊത്തത്തിൽ ഇതാണ് ഇതിൻ്റെ രീതി. ഇതിനൊരു തെളിവ് പറയാഞ്ഞ് ഏതുല്ലോ അല്ലാതായിരിക്കും മാതക്കർണ നമ്മൾ മുകളിൽ പറഞ്ഞു, അന്ന ഫീ സമാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുലഫാഉർ റാഷിദീൻ റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഖുലഫാഉർ റാഷിദീങ്ങളുടെയും കാലത്തുണ്ട് അവനൊന്നും ലം യത്റുക്കുൽ മുആമലാത്തി, അവരൊന്നും ഇടപാടുകൾ ഒഴിവാക്കിയിട്ടില്ല, മുതലെടുക്കലിനെയും ഒഴിവാക്കിയിട്ടില്ല. എന്തോടുകൂടി മാ കസറത്തി അസ്മാനുൽ ഖുമൂർ, കള്ള് വിറ്റ പൈസ ലോകത്തെമ്പാടുണ്ട്. അംബാരി റിബ, പലിശൻ്റെ പൈസ ഉണ്ട്. ഫിയദി അഹ്ലി ദിമ്മത്തി, ദിമ്മത്തിൻ്റെ അഹ്ലികാരായ കുഫാറിൻ്റെ കയ്യിൽ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തും ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്തും ഇടപാടുകൾ നടന്നിട്ടുണ്ട്, കച്ചവടങ്ങൾ നടന്നിട്ടുണ്ട്, കടം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ നടന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അന്ന് കള്ള് വെക്കണില്ലേ? കുഫാറായ ആളുകൾ കള്ള് കച്ചവടം നടത്തും, മറ്റുള്ള പലിശ ഇടപാട് നടത്തും. ഇതൊക്കെ ദുന്യാവിലെ എക്കണോമിക് സിസ്റ്റത്തിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാം ഒന്ന് അതിൽ പങ്കുചേരുന്നില്ലേ? അപ്പോൾ അതിൻ്റെ പേരിൽ നബിതങ്ങളും സഹാബത്തും ഖുലഫാഉർ റാഷിദീങ്ങളൊക്കെ ഇവിടെ ഏതോ ഒരു കള്ളച്ചവടക്കാരൻ ഈ നാട്ടിലുണ്ട്, അതുകൊണ്ട് ഇനി നാട്ടിൽ നിന്ന് ഇടപാട് നടത്താൻ പാടില്ല എന്നാരും പറഞ്ഞിട്ടില്ല. അതാണ്, അല്ലാതെ ദീനിൽ നടക്കൂലല്ലോ. ഒമിൻ ജുംലത്തി ശുബഹാത്ത്, ശുബഹത്തിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് അൻ യകൂന ഷൈഉ, ഒരു വസ്തുവാകുക, മിമ്മാ ഖദ് ഇശ്തുരിയ ഫി ദിമ്മത്തി, ദിമ്മത്തിൽ വാങ്ങപ്പെട്ട വസ്തുവാകുക. ഇതൊന്നും എല്ലാവരും ശ്രദ്ധിക്കാൻ കേട്ടോ, ഈ മസാല ഇനി പറയാൻ പോണത്. പക്ഷേ വലാക്കിൻ ഖുളിയ സമനുഹു മിൻ മാലിൻ ഹറാം, ഹറാമായ മുതലിൽ നിന്നാണ് ആ സമ്പത്ത് വീട്ടിയത്, അതും ശുബഹത്തിൽ വരും. നമ്മളിപ്പോൾ ഒരു ഹറാമായ പൈസ കൊടുത്തൊരു സാധനം വാങ്ങിയാൽ അത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളൊരു വിഷയമുണ്ടല്ലോ. ഇപ്പോൾ ഒരാളെ കയ്യിൽ ഇപ്പം ഹറാമായ പൈസ ഉണ്ട്, ഓൻ എന്തോ ഒരു സാധനം വാങ്ങി നമുക്ക് ചായ അങ്ങനെ ഉദാഹരണമായിട്ട്, അപ്പം ഇത് പറ്റുമോ? എന്താ പിന്നെ ഹുക്കുമ്? നമുക്ക് കുടിച്ചാൻ പറ്റുമോ? അപ്പം ദിമ്മത്തിൽ വാങ്ങുക. ആദ്യം ദിമ്മത്തിൽ വാങ്ങുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ കച്ചവടത്തിൻ്റെ ബാബൊക്കെ ഫത്തുമീനൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു സാധനം പണം കൊടുക്കാതെ നമ്മൾ വാങ്ങുക, പൈസ തരാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തം ഉണ്ട് പൈസ കൊടുക്കണേ, ആ നിലക്കാണ് നമ്മൾ വാങ്ങുന്നത്. നല്ലത് റൊക്കം ക്യാഷ് കൊടുത്ത് വാങ്ങില്ല എന്നർത്ഥം. പിന്നെ നമ്മളിത് വീട്ടുകയാണ്. വീട്ടുമ്പം ഈ ഹറാമായ പൈസ കൊടുത്തത് ശുഭത്തിൽപ്പെട്ടു. നേരെ മറിച്ച് വാങ്ങുമ്പം തന്നെ ഹറാമായ പൈസ, ഈ പൈസക്ക് ഞാനിത് വാങ്ങി വിറ്റു എന്ന് പറഞ്ഞിട്ട് കൊടുത്ത് വാങ്ങി, ഇത് ഈ സാധനം ഹറാമ ഉപയോഗിക്കൽ മനസ്സിലാവുണ്ടല്ലോ. അല്ലേ? ഇല്ല അൻ യകൂന തസ്ലീമു ത്വാമി, ഭക്ഷണം ഏൽപ്പിച്ചു കൊടുത്തതാണെങ്കിലൊഴികെ, ഖബല സമനി, ഈ വില വാങ്ങുന്നതിൻ്റെ മുമ്പ്, ബിത്വീബി ഖൽബിൻ, പൂർണ്ണ മനസ്സംതൃപ്തിയോടു കൂടി വില വാങ്ങുന്നതിൻ്റെ മുമ്പ് ഭക്ഷണം ഏൽപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അക്കലഹു ഖബല ഖദായി സമനി, വില കൊടുക്കുന്നതിൻ്റെ മുമ്പ് ഓനെ തിന്നും ചെയ്തു. എന്നാൽ ഫഹുവ ഹലാലും ബിൽ ഇജ്മാഇ, ഇജ്മാ കൊണ്ടത് ഹലാല. ശ്രദ്ധിക്കണം കേട്ടോ, അത് വളരെ കണിശമായി ശ്രദ്ധിക്കേണ്ട സ്ഥലങ്ങളാണ്. ഇപ്പം നമ്മൾ പീടികയിൽ നിന്ന് സാധനം വാങ്ങുന്നു, ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നു, പൈസ പിന്നെ തരാം എന്നാ പറഞ്ഞത്, ഇപ്പോൾ പൈസ കൊടുത്തിട്ടില്ല. ആ തരുന്നതിൽ കച്ചവടക്കാരൻ മനസ്സംതൃപ്തി ഉള്ളവനുമാണ്. അതവിടെ നോക്കണം. സാധാരണ കച്ചവടം നടത്തുമ്പോൾ പൈസ പിന്നെ തരാൻ അറിയുമ്പോൾ ഓൻ തന്നെ വന്ന് ഇനിയിപ്പോൾ കടം ചോദിച്ച് ഇനിയിപ്പോൾ തിന്നാൽ കിട്ടുകയെന്നാവോ ഓൻ്റെ മനസ്സിലപ്പം തന്നെ അങ്ങനെ ഉണ്ടാകുക. അത് ഉപയോഗിക്കാൻ പറ്റില്ല. അത്ര സാധനം നമുക്ക് തിന്നാൻ പറ്റില്ല, ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അയാൾ മനസ്സംതൃപ്തിയില്ലാതെയാണ് തന്നത്. മനസ്സംതൃപ്തിയോടുകൂടി തിന്നു എങ്കിൽ നമുക്കത് ഉപയോഗിക്കാം. ഓൻ പിന്നെ തിന്നു കഴിഞ്ഞാലാണ് ആ പൈസ കൊണ്ടുകൊടുത്തത് ഹറാമിൻ്റെ പൈസ, പലിശൻ്റെ പൈസയാണ്. അതുകൊണ്ട് ഈ തിന്നത് ഹറാമാവില്ല. കാരണം എന്തുകൊണ്ട്? ഇപ്പം കടം വീട്ടിയതാണ്. നേരത്തെ സാധനം വാങ്ങിയപ്പോൾ കടത്തിന് വാങ്ങിയതാണ്. ആ കടത്തിന് വാങ്ങിയത് കച്ചവടക്കാരൻ സംതൃപ്തിയുള്ളതുമാണ്. കാരണം കച്ചവടക്കാരപ്പോൾ സംതൃപ്തിയോടെ നമുക്കൊരു സാധനം തന്നാൽ, ഇനി വെറുതെ എന്നാണെങ്കിൽ നമുക്ക് തിന്നൂടെ? അപ്പോൾ കച്ചവടത്തിൽ എന്ത് ചെയ്തു? ഈ സാധനം ഇപ്പോൾ കടം തരുന്നതിൽ അവൻ ഇഷ്ടപ്പെട്ടു, നമുക്ക് തന്നു, നമ്മൾ തിന്നു കഴിഞ്ഞു. പിന്നെ നമ്മൾ കടം വീട്ടിയ ഹറാമിൻ്റെ പൈസയാണ്, അത് വേറെ കാര്യം. അതുകൊണ്ട് ഇടപാട് വീടൂല എന്ന് മാത്രം അത് മനസ്സിലാക്കണം. കാരണം നമുക്ക് ഒരു കടം കൊടുക്കാനുണ്ട്, ആ കടം നമ്മൾ കൊടുക്കാനുള്ളത് ഹറാമെന്ന് കൊടുത്താൽ ആ കടം വീടൂല, അതുണ്ടാകുക. അതവിടെ വീണ്ടും അവിടെ ബാക്കി നിൽക്കും. ആ ഇടപാടിൽ അവിടെ അങ്ങനെ ബാക്കി നിൽക്കും. അതാണ് എൻ്റെ പ്രശ്നം. മനസ്സിലായല്ലോ? അപ്പം വസ്തു കടം പൊട്ടുന്നതിന് പറ്റും അത് ഉപയോഗിച്ച് കഴിഞ്ഞു, അത് ഹലാലാണ്. കാരണം എന്തുകൊണ്ട്? ഓം മനസ്സംതൃപ്തിയോടുകൂടി നമുക്ക് തന്നതാണ്. പിന്നെതാ വലാ യൻഖലിബു ബി അദാഇൽ മാലി ഫീ മുഖാബലത്തിഹി മിനൽ ഹറാമി ഹറാമൻ, ഇവൻ ഇതിന് പകരമുള്ള സമ്പത്ത് പൈസ കൊടുത്തു, സമന് കൊടുത്തു, അത് ഹറാമിൽ നിന്ന് കൊടുത്തു എന്നുള്ളത് കൊണ്ട് ഈ ഉപയോഗിച്ച സാധനം ഇനി ഹറാമായിട്ട് മാറൂല. വലാ യൻഖലിബു, മാറുകയില്ല, ബി അദാഇൽ മാലി ഫീ മുഖാബലത്തിഹി, ഇപ്പോൾ വാങ്ങിയ വസ്തുവിൻ്റെ വില അതിന് പകരമുള്ള വില കൊടുത്തതുകൊണ്ട്, മിനൽ ഹറാമി, ഹറാമിൽ നിന്ന് കൊടുത്തതുകൊണ്ട് ആ വസ്തു എന്തായി മാറൂല? ഹറാമൻ, ഹറാമായി മാറൂല. പക്ഷെ എന്ത് സംഭവിക്കും? ഇപ്പം ഞാൻ പറഞ്ഞ മരിബൽ അലൈഹി അല്ലാ തബർ അദിമത്തുഹു, അവൻ്റെ ഉത്തരവാദിത്വം ഒഴിവാകൂല എന്ന് വരും. അപ്പോൾ ഫക്കാന്നഹു ലം യഖ്ദി സമന, അവൻ വില കൊടുക്കാത്തവനെ പോലെയാവും. അപ്പോൾ കൊടുക്കാനുള്ള പൈസ ഹറാമെന്ന് കൊടുത്തു. ഹറാമെന്ന് കൊടുത്താൽ കാരണത്ത് ഓൻ്റെ പൈസ അല്ല, ഹറാമല്ലേ? അപ്പോൾ അത് വീടിയിട്ടില്ല. ശരിക്ക് ശറഇൻ്റെ വീക്ഷണത്തിൽ ആ പൈസ ഇപ്പോൾ വീടിയിട്ടില്ല. ഓൻ കടം ഓൻ്റെ മേത്ത് ഇപ്പോഴും നിലനിൽക്കുന്നു. വലാ യഹ്റുമു മാ അക്കല, തിന്നുപോയത് ഒരിക്കലും ഹറാമാകൂല. ഇനി നേരെ മറിച്ച് വൈൻ അബ്റ ദിമ്മത്തഹു, കച്ചവടക്കാരൻ ഇവൻ്റെ ദിമ്മത്ത് ഒഴിവാക്കി കൊടുത്തു. ഇപ്പം കച്ചവടക്കാരനാണല്ലോ ഈ പൈസ കിട്ടാനുള്ളത്.
ഇവനിത് ക്യാഷ് അറിയാതെ കൊണ്ടുകൊടുത്ത ഹറാമിൻ്റെ പൈസ അറിയാതെ അവന് കൊണ്ടുകൊടുത്താൽ ഇവൻ്റെ ഇടപാട് കൂടുന്നില്ല. അത് ഇവൻ്റെ ഉത്തരവാദിത്തത്തിൽ ആ കട അവിടെ നിലക്കുന്നതാണ്. നേരെ മറിച്ച് ഈ കച്ചവടക്കാരന് ഈ പൈസ വാങ്ങിക്കൂടെ എൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്ന് പറഞ്ഞു. എന്തോടുകൂടെ മാൽ ഇൽമി ബി കൗനി സമനി ഹറാമൻ, ഈ സമന് ഹറാമാണെന്ന് അറിഞ്ഞുകൊണ്ട്. കച്ചവടക്കാരനറിയാം ഇത് ഹറാമിൻ്റെ പൈസയാണ്, ഇപ്പോൾ പറഞ്ഞു ഇത് പലിശൻ്റെ പൈസ കേട്ടോ അതാ തരുന്നത്, ഓന് കുഴപ്പമില്ല, എൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്ന് കച്ചവടക്കാരൻ പറയുന്നുണ്ട്. എന്നാൽ ഫഹുവ യൂജിബു ബറാഅത്ത ദിമ്മത്തി, അത് ഉത്തരവാദിത്തം ഒഴിവാക്കലിനെ അനിവാര്യമാക്കും. വൽ ഹില്ല, ഹലാലിനെയും അനിവാര്യമാക്കും. അങ്ങനെ ഈ സംഗതി ഉപയോഗിക്കൽ ഹലാലാവും. വസ്തു വാങ്ങുന്നു, പിന്നെ പൈസ കൊടുക്കുന്നു. പൈസ കൊടുത്തപ്പം ഇത് ഹറാമിൻ്റെ പൈസ കേട്ടോ എന്നോട് പറഞ്ഞോട് കൊടുത്ത് വാങ്ങുകയും ചെയ്തു. ഓക്കെ, ഇനി എന്താ കുഴപ്പം? കാരണം അവിടുത്തെ ഹിക്മത്ത് എന്താ നിങ്ങൾ, ഈ ഹറാമിൻ്റെ പൈസ കൊടുക്കുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ വിലയല്ല, കാരണം ഇത് ഹറാമാണ്. അപ്പോൾ ഓനിത് വാങ്ങുകയും ചെയ്തു. അപ്പോൾ അതിമെന്ന് എന്താ മനസ്സിലാവുന്നത്? വിലയില്ലാതെ ഇവൻ ഈ സാധനം കൊടുക്കാൻ തയ്യാറായി. ഒരു കച്ചവടക്കാരൻ പൈസ വേണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു സാധനം തന്നാൽ നമുക്കത് ഉപയോഗിച്ചൂടെ എന്ന പോലെയാകുക സംഭവം. ഇതൊരു ഹറാമായ പൈസ ഓൻ്റെ അടുത്തെത്തി, ഈ കച്ചവടക്കാരൻ്റെ അടുത്തെത്തി, ഓൻ അതിനിട്ടേ കുഴപ്പമില്ല, ഓൻ ഓക്കെ, ഓൻ റെഡിയാണ്. അപ്പോൾ ഓനത് അറിഞ്ഞുകൊണ്ട് കൊടുത്തതാണ്. അപ്പം വിലയില്ലാത്ത മാതിരിയാണ്. ഹറാമായ ക്യാഷ് കൊടുക്കുമ്പം വില കൊടുക്കാത്ത പോലെയാണ് ശറയിൽ. ഓനത് തൃപ്തിപ്പെടുന്നു. ഓൻ തൃപ്തിപ്പെട്ടാൽ നമുക്കെന്താ? അപ്പോൾ ഇത് ഹലാലാണ് ഉപയോഗിക്കൽ. ഇതാണ് ഈ വിഷയത്തിൻ്റെ രീതി. നേരെ മറിച്ച് നമ്മൾ സാധനം വാങ്ങുന്നു, ബേത്തുക്ക ഇഷ്തറയത്ത് പറഞ്ഞിട്ട് നേരെ സാധനം വാങ്ങി കൊടുത്ത് ഹറാമിൻ്റെ പൈസയാണ്. ഇത് ഈ സാധനം ഉപയോഗിക്കാൻ പറ്റൂല. കച്ചവടക്കാരൻ തെറ്റേ അറിയില്ല. കച്ചവടക്കാരൻ പിന്നെ അറിയാത്തത് കൊണ്ട് ഓനെ സംബന്ധിച്ചിടത്തോളം അറിയാത്ത പൈസയാണ്, അതുകൊണ്ട് ഓന് കുഴപ്പമില്ല എന്ന് പറയാം. നേരെ മറിച്ച് കടം വാങ്ങിയപ്പം കച്ചവടക്കാരൻ പൂർണ്ണ സംതൃപ്തിയോട് കടം തന്നു, ഓനതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ആകുമ്പോൾ സാധനം ഉപയോഗിക്കാം. പിന്നെ വീട്ടിൽ ഏത് പൈസ കൊണ്ട് വീട്ടാലോ? ഹലാലായ പൈസ കൊണ്ട് വീട്ടാം, ഹറാമായ പൈസ കൊണ്ട് വീട്ടാം. വീട്ടിപ്പോൾ ഹറാമായ പൈസയാണ് വീട്ടിയത്, അതുകൊണ്ട് നമ്മൾ ഈ ഉപയോഗിച്ച സാധനം ഒരിക്കലും ഹറാമാവില്ല. പക്ഷേ ഈ കടം വിടില്ല എന്ന് മാത്രം. ഓൻ കൊടുത്തത് ഹറാമായതുകൊണ്ട് കടം വിടില്ല. ഇവൻ്റെ ദിമ്പത്തിൽ ആഖിറത്ത് ചെല്ലുമ്പോൾ ഈ പൈസ കൊടുക്കാൻ ഉത്തരവാദിത്തം ഉണ്ടാവും. കാരണം ഹറാമെന്നാണ് അവൻ പൈസ കടം വീട്ടിയിട്ടുള്ളത്. ആ പൈസ കടം വീട്ടിനോടുത്ത് കിട്ടാനുള്ള ആൾക്ക് അറിയാം ഇത് ഹറാമാണ്, ഓനറ്റേതുകൊണ്ടൊരു കുഴപ്പമില്ലതാനും. ഓൻ തൃപ്തിപ്പെട്ടുകൊണ്ട് വാങ്ങി ഞാൻ എൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞും ചെയ്തു. എന്നാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല, അത് ഓനും പഠിച്ചവനും തമ്മിലാവും. ഇങ്ങനെയാണ് ഇത് വരിക. കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ തൽക്കാലം നിർത്തുകയാണ്. ബാക്കി അടുത്ത ഫസൽ പിന്നാക്ക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.